ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. കണിമംഗലം കാരമുക്ക് ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. വരാക്കര വാളിപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി. മുഖ്യമന്ത്രി നിലമ്പൂരിൽ വർഗീയ പ്രചാരണമാണ് നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുമ്പോൾ അത് വർഗീയ കൂട്ടുകെട്ടാണെന്ന് ആക്ഷേപിക്കുന്നത് തെറ്റാണ്. നിലമ്പൂരിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിബിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തന്നെ അപമാനിച്ചതിന്റെ പ്രതികാരമാണ് ഷീല സണ്ണിയെ കേസിൽ കുടുക്കാൻ കാരണമെന്ന് ലിബിയയുടെ കുറ്റസമ്മതമൊഴി. കോയമ്പത്തൂരിൽ തൃശൂർ സ്വദേശിയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ മ്ലാവിറച്ചി ശാസ്ത്രീയ പരിശോധനയിൽ പശുവിന്റെ മാംസമാണെന്ന് തെളിഞ്ഞ സംഭവം. 39 ദിവസം ജയിലിൽ കിടന്ന ചുമട്ടുതൊഴിലാളി നിയമ നടപടികളിലേക്ക്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ചയും ഓറഞ്ച് അലർട്ട് തുടരും. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കനത്ത മഴയെ തുടർന്ന് മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലും ദേശീയപാത ചാലക്കുടി മുരിങ്ങൂരിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. പലയിടത്തും ഗതാഗതവും തടസ്സപ്പെട്ടു. നെട്ടിശ്ശേരിയിൽ മരം വീണ് വീടിന്റെ അടിത്തറ തകർന്നു. നെട്ടിശ്ശേരി ഊത്തപ്പള്ളി വിഷ്ണുവിന്റെ വീടാണ് തകർന്നത്. നെട്ടിശ്ശേരി ക്ഷേത്രത്തിന് പുറത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്തുള്ള വലിയ മാവാണ് കനത്ത മഴയിൽ കടപുഴകിയത്. മരത്തിന്റെ വേരുകൾ വീടിനുള്ളിലായിരുന്നു. മരം വീണതോടെ വേരുകൾ ഇളകിയതാണ് ഒരു മുറിയുടെ അടിത്തറ തകർച്ചയ്ക്ക് കാരണം. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും മരം മുറിച്ചുമാറ്റാൻ നടപടിയെടുത്തില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇളവള്ളി വഞ്ചിക്കടവ് റോഡ് പൂർണ്ണമായും വെള്ളത്തിലായതോടെ ഗതാഗതം സ്തംഭിച്ചു. തൈക്കാട്ടിൽ ഡേവിസിന്റെ നിർമ്മാണം നടക്കുന്ന വീടിന് കേടുപാട് പറ്റി. ഇളവള്ളി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് ആഴം കൂട്ടി ബണ്ട് കെട്ടാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. 500-ലേറെ കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 1, 15, 16 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. ചെറുകിട മത്സ്യ കച്ചവടക്കാർ ഈ റോഡാണ് ചേറ്റുവ ഹാർബറിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ ഉപയോഗിക്കുന്നത്. വെള്ളക്കെട്ട് മൂലം ചെറിയ വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാണ്. ഈ റോഡിന് സമീപമുള്ള വീടുകൾക്ക് ചുറ്റുഭാഗവും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴ തുടർച്ചയായി പെയ്യുന്നതുമൂലം വെള്ളക്കെട്ട് കൂടിക്കൂടി വരികയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ പകർച്ചവ്യാധികൾ ഭയന്നാണ് കഴിയുന്നത്. ദുരിതം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പോയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 3-4 വർഷത്തോളമായി ഈ വെള്ളക്കെട്ടിലാണ്. ഈ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ എന്നിവർക്ക് ഞാൻ കഴിഞ്ഞ വർഷം പരാതി കൊടുത്തതാണ്. ഇതുവരെ അതിലൊരു യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. വളരെ നിർഭാഗ്യകരമാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായി ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്. ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിഷയം ഗൗരവപൂർവ്വം എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV. വടക്കാഞ്ചേരി പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. മേഖലയിലെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സിന്റെയും വാർഡ് കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണിയുടെയും നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിലും മഴയിലും വരാക്കര വാളിപ്പാടത്ത് വ്യാപക നാശനഷ്ടം. 5 വൈദ്യുതി തൂണുകളും തെങ്ങും മരങ്ങളും മറഞ്ഞു വീണു. നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗം പ്രിൻസ് അരിപ്പാലത്തുകാരന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് റോഡിലേക്ക് വീണ മരങ്ങൾ നീക്കിയത്. KSEB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. കനത്ത കാറ്റിലും മഴയിലും ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ നഗറിലെ കൂറ്റൻ ആൽമരം കടപുഴകി വീണു. ആളപായമില്ല. കാടുകുറ്റി റോഡിന്റെ ഭാഗത്തേക്കാണ് ആൽമരം വീണത്. തൊട്ടടുത്ത കട ഭാഗികമായി തകർന്നു. ഒരു സ്കൂട്ടറും മരത്തിനടിയിൽ കുടുങ്ങി. അപകടത്തെ തുടർന്ന് കാടുകുറ്റി റോഡിലെ ഗതാഗതം 3 മണിക്കൂറോളം സ്തംഭിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റിയത്.
കണിമംഗലം പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രകുളത്തിൽ ബന്ധുവിനൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ഇടുക്കി മംഗുളം സ്വദേശി നെല്ലാങ്കുഴി വീട്ടിൽ 23 വയസ്സുള്ള ബിറ്റോ ആണ് മരിച്ചത്. ചീയാരത്തെ ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു ബിറ്റോ. ഫയർഫോഴ്സ് എത്തി യുവാവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയെ തുടർന്ന് ചാവക്കാട് വഞ്ചിക്കടവിൽ നിന്ന് 3 കുടുംബങ്ങളിലെ 19 പേരെ അഞ്ചങ്ങാടിയിലെ സർക്കാർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നഗരസഭ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മാപ്രാണം വാതിൽമാടം കോളനിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പ്രതിഷേധ സമരം നടത്താനെത്തിയ CPM പ്രവർത്തകരും പ്രദേശവാസികളുമായി പ്രദേശത്ത് വാക്കുതർക്കമുണ്ടായി. മഴക്കാലം ആരംഭിച്ചാൽ കുന്നിടിച്ചിൽ ഭീഷണിയും വെള്ളം കയറൽ ദുരിതവുമായി കാലങ്ങളായി മാപ്രാണം വാതിൽമാടം പ്രദേശം ദുരവസ്ഥയിലാണ്. കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിൽ തടസ്സങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ഇവിടെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലായത്. UDF ഭരണസമിതിക്ക് നിരന്തരം പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് വാർഡ് കൌൺസിലർ ലേഖ ഷാജൻ പറയുന്നു. കഴിഞ്ഞ ദിവസവും ഇവിടെ CPM പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ വീണ്ടും സമരം നടത്താനെത്തിയ പ്രവർത്തകരോട് പ്രദേശവാസികളായ ചിലർ വിഷയത്തിൽ രാഷ്ട്രീയം ആവശ്യമില്ലെന്ന് പറഞ്ഞ് എതിർക്കുകയായിരുന്നു. എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നഗരസഭാ ഭരണത്തോടുള്ള പ്രതിഷേധമാണ് നടത്തുന്നതെന്ന നിലപാടിൽ CPM പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയും സമരം നടത്തുകയും ചെയ്തു. ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ സമരം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ CC ഷിബിൻ, CM സാനി, MS സഞ്ജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ഇരിങ്ങാലക്കുട. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. അതേസമയം +1 പ്രവേശന നടപടികൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ വർഗീയ പ്രചാരണമാണ് നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയ്ത വികസന പ്രവർത്തനങ്ങളെയോ ചെയ്യാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെയോ പറ്റിയോ പറയാതെ വർഗീയത മാത്രമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി ആ നിയോജക മണ്ഡലത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെ പറ്റി പറയുന്നില്ല. മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. വർഗീയ പ്രചരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല. മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDFനെ പിന്തുണയ്ക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൂടുതൽ നേടിയിട്ടുള്ളത് CPM ആണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണയ്ക്കുമ്പോൾ അത് വർഗീയ കൂട്ടുകെട്ടാണെന്ന് ആക്ഷേപിക്കുന്നത് തെറ്റാണ്. എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടുള്ളത് CPM ആണ്. കഴിഞ്ഞകാല ചരിത്രം എല്ലാവർക്കും അറിയാം. അവരോടൊപ്പം കൂടിയാൽ അവരൊക്കെ നല്ലവർ, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങൾ പിന്തുണച്ചാൽ ഒരു വർഗീയവാദി. ആ നിലപാടിലല്ല. നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തുന്നതോടെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറും. പ്രചാരണം കൂടുതൽ ഊർജിതമാകുമെന്നും UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചോരചിന്തിയ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത 8 മണിക്കൂർ തൊഴിലെന്ന അവകാശം രാജ്യത്ത് വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച മോദിയും അദാനി പങ്കാളിയാണെന്ന് പോലും പറയാൻ മടി കാണിക്കാത്ത സംസ്ഥാന സർക്കാരും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ സംഘടിപ്പിച്ച INTUC ജില്ലാ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. 8 മണിക്കൂർ തൊഴിലെന്ന അവകാശം തൊഴിലാളികൾ നേടിയെടുത്തത്
നിരവധി പോരാട്ടങ്ങളിലൂടെയാണ്. ഈ അവകാശത്തെ പോലും വെല്ലുവിളിക്കുകയാണ് വൻകിട കോർപ്പറേറ്റുകൾ. നമുക്കറിയാം, ഈ രാജ്യത്തെ ലോകത്തെ തൊഴിലാളി വർഗം അവകാശങ്ങൾക്ക് വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ലോക തൊഴിലാളികൾക്ക് നേടിയെടുത്ത അവകാശം. എന്ന് ആ അവകാശത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന വേളയിൽ കേരളത്തിലെ ഒരു മന്ത്രിക്ക് അദാനി തങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയേണ്ടി വന്നത്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തൊഴിൽ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ അടിയറ വെച്ച മോഡി ഭരണകൂടം ഒരു ഭാഗത്തിരിക്കുന്നു. കേരളത്തിൽ അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ പാർട്ട്ണറാണെന്ന് പോലും പറയാൻ മടികാണിക്കാത്ത മറ്റൊരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു. അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയാൻ മടികാണിക്കാത്ത, അല്ലെങ്കിൽ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അവിടെ നിന്ന് തൊഴിലാളിക്ക് എന്ത് ന്യായമാണ് കിട്ടുന്നത്? തൊഴിലാളികളുടെ മിനിമം കൂലി വർദ്ധിപ്പിക്കാതെയും അവകാശങ്ങൾ സംരക്ഷിക്കാതെയും നരേന്ദ്രമോദിയെ അനുകരിക്കുകയാണ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ ആരും തയ്യാറല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കേരളത്തിലെ തൊഴിൽ മേഖലയെ എത്തിച്ചത് ഈ സർക്കാരാണ്. കേന്ദ്രത്തിൽ മോദിയും സംസ്ഥാനത്ത് പിണറായിയുമല്ലാതെ മറ്റൊരു മന്ത്രിക്കും പ്രസക്തിയില്ലാത്ത ഏകാധിപത്യ രീതിയാണ് രണ്ട് ഭരണകൂടങ്ങളുടേതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, മുൻ MLA MP വിൻസെന്റ്, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി, വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്റണി ചിറ്റൂക്കാരൻ, KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ചാലക്കുടി വ്യാജ LSD ലഹരി കേസിൽ മുഖ്യപ്രതിയായ ലിവിയ ജോസ് കുറ്റം സമ്മതിച്ചു. ഒന്നാം പ്രതി നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്ന് പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് 2023 ഫെബ്രുവരി 26 രാത്രിയിലായിരുന്നു. ഷീലയുടെ സ്കൂട്ടർ വാങ്ങിയെടുത്ത ശേഷമാണ് സ്കൂട്ടറിലും ബാഗിലും മയക്കുമരുന്നുകൾ നിക്ഷേപിച്ചത്. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം അപവാദവും പ്രചരിപ്പിച്ചെന്ന സംശയമാണ് ഷീലയോട് വൈരാഗ്യം തോന്നാൻ കാരണമെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു. കുറ്റകൃത്യത്തെക്കുറിച്ച് നാരായണദാസിനോട് അല്ലാതെ മറ്റാരോടും ചർച്ച നടത്തിയിട്ടില്ലെന്നും പ്രതി മൊഴി നൽകി. പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘ തലവൻ DYSP VK രാജു പറഞ്ഞു. നാരായണദാസിനെയും ലിവിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. കോയമ്പത്തൂരിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. തൃശൂർ JB ഗോൾഡ് ഉടമ പാലക്കൽ സ്വദേശി ജെയ്സൺ ജേക്കബിന്റെ 1.25 കിലോ സ്വർണമാണ് കഴിഞ്ഞ ദിവസം കവർന്നത്. ജെയ്സന്റെ സഹായി വിഷ്ണുവിനെയും ആക്രമിച്ചിരുന്നു. ലോറിയിലെത്തിയ 5 സംഘം കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചാണ് സ്വർണം കവർന്നത്. ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ മ്ലാവിറച്ചി സർക്കാർ ലാബിലെ പരിശോധനയിൽ പശുവിന്റെ മാംസമാണെന്ന് തെളിഞ്ഞതോടെ 39 ദിവസം ജയിലിൽ കിടന്ന ചാലക്കുടിയിലെ ചുമട്ടുതൊഴിലാളി സുജേഷ് നിയമ നടപടികളിലേക്ക് കടന്നു. FIR റദ്ദാക്കൽ, നഷ്ടപരിഹാരത്തിന് കേസ് നൽകൽ എന്നിവയ്ക്കാണ് നീക്കങ്ങൾ ആരംഭിച്ചതെന്ന് സുജേഷിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണുപ്രസാദ് പറഞ്ഞു. കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും ലഭിക്കുന്ന മുറയ്ക്ക് കേസ് റദ്ദാക്കലിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. തുടർന്ന് നഷ്ടപരിഹാരത്തിനുള്ള കേസും ഹൈക്കോടതിയിലായിരിക്കും നൽകുക. നടപടിക്രമത്തിന്റെ ഭാഗമായി പിന്നീട് കേസ് കീഴ്ക്കോടതിയിലേക്ക് മാറ്റും. 2024 നവംബർ 30 പേരാമ്പ്രയിലെ ജോബിയുടെ വീട്ടിൽ നിന്നും ചാലക്കുടി DYSPയുടെ സ്ക്വാഡ് മാംസം കണ്ടെടുക്കുകയായിരുന്നു. മ്ലാവിന്റെ ഇറച്ചിയാണെന്ന് ധരിച്ച് ഇവർ വനപാലകരെ വിളിച്ചു വരുത്തുകയായിരുന്നു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ജോബിയും സുജേഷും അടക്കം 6 പേരെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ടെക്നോളജിയിൽ പരിശോധന നടത്തിയതിന്റെ ഫലം 4 ദിവസം മുൻപ് പുറത്തു വന്നപ്പോഴാണ് കേസിലെ തുണ്ടി മുതൽ പശുവിന്റെ മാംസമാണെന്ന് വ്യക്തമായത്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും പുതിയ ടൈം ടേബിൾ തിങ്കളാഴ്ച മുതൽ നിലവിൽ വരും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് സ്കൂൾ സമയം. 8 മുതൽ 10 വരെ ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയാണ് സമയമാറ്റം നിലവിൽ വരിക. രാവിലെ 9:45 ക്ലാസ് തുടങ്ങും. 12:45 വരെ 4 പീരീഡുകൾ ഉണ്ടാകും. 1:45 വരെയുള്ള ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് ശേഷം 4:15 വരെ 4 പീരീഡുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 5 മിനിറ്റും ഇടവേള നൽകും. 220 പ്രവൃത്തി ദിവസങ്ങളും 1100 പഠന മണിക്കൂറുകളുമാണ് ഇനി മുതൽ ഉണ്ടാകുക. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം കാരണമാണ് ഈ മാറ്റമെന്നാണ് സർക്കാർ നിലപാട്.
സംസ്ഥാനത്തെ ട്രെയിനുകളുടെ സമയക്രമത്തിലെ മാറ്റം പ്രാബല്യത്തിൽ. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകൾ പുതിയ സമയക്രമം പാലിച്ച് സർവീസ് നടത്തുക. മൺസൂൺ ഷെഡ്യൂളിന്റെ ഭാഗമായി കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളുടെ സമയക്രമത്തിലെ മാറ്റം 128 ദിവസത്തേക്ക് 42 ട്രെയിൻ സർവീസുകൾക്കാണ് പുതിയ സമയക്രമം ബാധകമാവുക. പാവറട്ടിയിലെ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിൽ പൂട്ടുപൊളിച്ച് മോഷണം. അബ്ദുൾ സമദിന്റെ ഉടമസ്ഥയിലുള്ള കടയിലാണ് മോഷണം നടന്നത്. വാതിലിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാര കുത്തി തുറന്ന വസ്ത്രങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപയും സ്ത്രീപ്പെട്ടിയും കവർന്നു. കടയുടമ പാവറട്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് മരണമടഞ്ഞ സിനീഷിന്റെ മൃതദേഹം കുറ്റിച്ചിറയിലെ വൈലാത്ര ശ്മശാനത്തിൽ സംസ്കരിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഞായറാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും അടക്കം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. DMO, RDO എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളിയാഴ്ചയാണ് സിനീഷ് സെന്റ് ജെയിംസ് ആശുപത്രിയിൽ മരിച്ചത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് അനസ്തേഷ്യ നൽകിയത്. തുടർന്ന് ആരോഗ്യനില വഷളാവുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തു. തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് മരണത്തിനിടയാക്കിയതെന്ന് സിനീഷിന്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇറിഗേഷൻ കനാലിൽ വീണ 1.25 ലക്ഷം രൂപ വില വരുന്ന പുതിയ മൊബൈൽ ഫോൺ ഫയർഫോഴ്സ് മുങ്ങിയെടുത്ത് ഉടമയ്ക്ക് നൽകി. ചേർപ്പ് സ്വദേശി EP കൃഷ്ണയുടെ മൊബൈൽ ഫോണാണ് ഫയർഫോഴ്സ് ടീം മുങ്ങിയെടുത്ത് കേടുപാട് കൂടാതെ ഉടമയ്ക്ക് തിരികെ നൽകിയത്. 1,20,20,000 രൂപ വില വരുന്ന ഐഫോൺ ശനിയാഴ്ചയാണ് കൃഷ്ണ വാങ്ങിയത്. സെൽഫി എടുക്കുന്നതിനിടയിൽ മൊബൈൽ മനക്കുടി പുള്ള് ഇറിഗേഷൻ കനാലിൽ വീഴുകയായിരുന്നു. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് ടീം വെള്ളത്തിനടിയിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ PK പ്രജീഷ്, AS അനിൽജിത്ത്, ഷാജൻ, വാർഡംഗം K രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയുടെ ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിക്കും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസ് കൌൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. കോർപ്പറേഷനിൽ ശുദ്ധജല വിതരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുവെങ്കിലും പൈപ്പിൽ കൂടി ചെളി കലർന്ന വെള്ളമാണ് വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. 5,59 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് CPM-ന് മേൽക്കോയ്മയുള്ള ഊരാളുങ്കൽ സൊസൈറ്റി മുഖേന പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ പൂർത്തിയാക്കാത്ത പദ്ധതിയാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ ഒറ്റപ്പിലാവിൽ സ്വിഫ്റ്റ് കാറും ക്വാളിസ് വാനും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാലിശ്ശേരി ആലിക്കര സ്വദേശികളായ പട്ടുകുളങ്ങര അബ്ദുള്ള, മോസീന, മുഹമ്മദ് ഹമാസ്, മുണ്ടമ്പിലാക്കൽ ഷിഹാൻ, ഷഹൻ ഷാ, കോട്ടൂൽ സ്വദേശി ചരൽപിടികയിൽ വലീദ്, കോഴിക്കോട് തോന്നിയിൽ വീട്ടിൽ അജിത് രാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഇരുവാഹനങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ടൗൺ ഹാളിൽ അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ MS സമ്പൂർണ്ണ, A നാഗേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ബിജോയ് തോമസ്, രഘുനാഥ് സി മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനശ്വര, ആഷിക, അസിൻ മരിയ. 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലെ പത്തരക്കുണ്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻമരം റോഡിലേക്കും ഇലക്ട്രിക് ലൈനിലേക്കും വീണത്. ഇതേ തുടർന്ന് 11 kV ലൈനിലെ കമ്പികൾ പൊട്ടിവീണു. സ്വകാര്യ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത്. പത്തരക്കുണ്ട് മുതൽ നായാട്ടുകുണ്ട് പ്ലാവിൻ കയറ്റം വരെ റോഡിന് ഇരുവശത്തുമായി നിരവധി മരങ്ങളാണ് അപകടകരമായ നിലയിൽ ഏതു സമയവും 11 kV ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനശല്യമുള്ള ചൊക്കന, കാരിക്കടവ് പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈൻ കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ്.
വെള്ളിക്കുളങ്ങര ചൊക്കന 11 kV ലൈനിൽ തടസ്സമുണ്ടായാൽ മുപ്ലിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സംവിധാനം നിലവിലുണ്ടെങ്കിലും ഇതും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV കൊടകര. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. പഴയന്നൂരിൽ കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് തോട്ടുപാലം തൃത്തലാംകുന്ന് വീട്ടിൽ 62 വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് സംഭവം. എളനാട് ഭാഗത്തു നിന്ന് പഴയന്നൂരിലേക്ക് വരികയായിരുന്ന കാറിടിച്ചാണ് അപകടം. തോട്ടുപാലത്തിന് സമീപം നടന്നുവരികയായിരുന്നു ഗംഗാധരൻ. സാരമായി പരിക്കേറ്റ ഗംഗാധരൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ബാലഗോകുലം തൃശൂർ ജില്ലാ സമ്മേളനം മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ VN ഹരി അധ്യക്ഷത വഹിച്ചു. ഉത്തര കേരള സംസ്ഥാന സമിതി അംഗം K മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ദീപക് എടക്കുന്നി, PG ഷമ്മി, CK മധു നാരായണൻ, KV കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പത്മരാജനും KG ജോർജും ഭരതനും ആഘോഷിക്കപ്പെടുമ്പോൾ അവരോളം പ്രതിഭാശാലിയായ മോഹനെ കേരളം മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്ന് സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു. സംവിധായകൻ M മോഹന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പൗരാവലിയും മോഹൻ ഫൗണ്ടേഷനും സംഘടിപ്പിച്ച ദൃശ്യമോഹനം അനുസ്മരണ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കമൽ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ തന്റെ കലാപ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും നടത്താതെയാണ് മോഹൻ സിനിമകൾ ഒരുക്കിയതെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. ജനപ്രിയതയും കലാമൂല്യവും ഒരുമിച്ച് ചേർത്ത് മികച്ച സിനിമാ അനുഭവങ്ങൾ സൃഷ്ടിച്ച സംവിധായകനായിരുന്നു മോഹനെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു. ടൗൺഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി. മോഹൻ ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മന്ത്രി R ബിന്ദുവും മോഹന്റെ ഭാര്യ അനുപമ മോഹനും ചേർന്ന് സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, സംവിധായകൻ പ്രേംലാൽ, പത്മരാജന്റെ മകനും കഥാകൃത്തുമായ അനന്തപത്മനാഭൻ, KB വേണു, സിജി പ്രദീപ്, മുൻ MLA KU അരുണൻ, U പ്രദീപ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ഇരിങ്ങാലക്കുട. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന പ്രഭാഷണ പരമ്പരയുടെ 5ാം അധ്യായം ചേറൂർ സാഹിതിയിൽ നടന്നു. എഴുത്തുകാരിയും പ്രഭാഷകയുമായ ഡോക്ടർ J പ്രമീളാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ചെമ്മീൻ കഥയുടെ കാഴ്ചഭേദങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. എഴുത്തുകാരി രാജലക്ഷ്മി മാനഴി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത്, എഴുത്തുകാരായ K ഉണ്ണികൃഷ്ണൻ, രാജൻ പെരുമ്പള്ളി, അനിൽകുമാർ കോലടി, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ ചെമ്പങ്കണ്ടത്ത് മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവുന്തറ സ്വദേശി ചിത്തംകുടം വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി കാഞ്ഞിരപ്പള്ളി സ്വദേശി മുണ്ടോളി വീട്ടിൽ ബിജു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായി സംഭവം നടന്നത്. ചെമ്പങ്കണ്ടത്ത് ബിജു ലീസിനടുത്ത് നടത്തുന്ന കോഴിഫാമിന്റെ സ്ഥലത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന രമേശിനോട് വീട്ടുവാടക ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ രമേശിനെ റിമാൻഡ് ചെയ്തു. വാണിജ്യം. പ്രമുഖ നേത്രരോഗ ചികിത്സാ ശൃംഖലയായ സൈമൺസ് കണ്ണാശുപത്രിയുടെ പുതിയ ബ്രാഞ്ച് കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് വലപ്പാട് പഞ്ചായത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു.
വലപ്പാട് പഞ്ചായത്ത് 19-ാം വാർഡിൽ സംഘടിപ്പിച്ച നേത്രരോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡംഗം ഷിഹാബ് നിർവഹിച്ചു. സൈമൺസ് ഐ ഹോസ്പിറ്റൽസ് CAO രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് പി ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ നിന്ന് തിമിര ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായവർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തും. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ കണ്ണട നൽകും. നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ സൂര്യ ക്യാമ്പിന് നേതൃത്വം നൽകി. 100-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ച സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്രാഞ്ചിൽ നേത്രരോഗ ചികിത്സാ രംഗത്തെ അതിനൂതന സൗകര്യങ്ങളും യന്ത്രോപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നേത്രചികിത്സയുടെ ഭാഗമായുള്ള ശസ്ത്രക്രിയാ സൗകര്യവും വിദഗ്ധരായ ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും സേവനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ നിരക്കിൽ നേത്രചികിത്സാ രംഗത്തെ അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങൾ രോഗികൾക്ക് ലഭ്യമാക്കുവാനാണ് സൈമൺസ് ഐ ഹോസ്പിറ്റൽ ശൃംഖല ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0487 299 3299. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കിയ നാശം. കണിമംഗലം കാരമുക്ക് ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ഒരാക്കര വാളിപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ചേറ്റുവ ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷം. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി. മുഖ്യമന്ത്രി നിലമ്പൂരിൽ വർഗീയ പ്രചരണമാണ് നടത്തുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുമ്പോൾ അത് വർഗീയ കൂട്ടുകെട്ടാണെന്ന് ആക്ഷേപിക്കുന്നത് തെറ്റാണ്. നിലമ്പൂരിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ കുടുക്കിയ വ്യാജലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തന്നെ അപമാനിച്ചതിന്റെ പ്രതികാരമായാണ് ഷീല സണിയെ കേസിൽ കുടുക്കാൻ കാരണമായതെന്ന് ലിവിയയുടെ കുറ്റസമ്മതമൊഴി. കോയമ്പത്തൂരിൽ തൃശൂർ സ്വദേശിയെ ആക്രമിച്ച സ്വർണ്ണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയ മ്ലാവർച്ചി ശാസ്ത്രീയ പരിശോധനയിൽ പശുവിന്റെ മാംസമാണെന്ന് തെളിഞ്ഞ സംഭവം. 39 ദിവസം ജയിലിൽ കിടന്ന ചുമട്ടുതൊഴിലാളി നിയമ നടപടികളിലേക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.